പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ എന്നെ അടുത്ത് 7 ടെലിവിഷൻകാർ. ഇപ്പോൾ അത്രയേ ഉള്ളൂ കേരളത്തിൽ. നാഷണൽ ടെലിവിഷൻ, ദേശീയ ടെലിവിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ 14 ഓൺലൈനിലാണ്. ഓൺലൈൻകാർക്കൊന്നും ഞാൻ കൊടുത്തില്ല, കാരണം പറയുന്നതായിരിക്കും അവിടെ എഴുതി കാണിക്കുന്നത്. ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ വിശ്വസിച്ച് 24 ഇന്റർവ്യൂ കൊടുത്തു. ഒരു ചെറുപ്പക്കാരൻ വന്ന് എടുത്തു. ഞാൻ എപ്പോഴേ പറഞ്ഞത് കാണിക്കണം, പറയാത്ത കാര്യം നിങ്ങൾ ടൈറ്റിലായി കൊടുക്കുക. ടൈറ്റിലാണ് കള്ളത്തരം കാണിക്കുക. പ്രിന്റ് മീഡിയയാണെ പേടിക്കണ്ട. ടൈറ്റിൽ നമ്മൾ പറയാത്ത ടൈറ്റിൽ കാണിക്കുക, ആകർഷിച്ച് കാശുണ്ടാക്കുക. ദേ വൺ മണി. കൂടുതൽ കാഴ്ചക്കാർ വരും, പണത്തിന് വേണ്ടിയാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. കള്ളനോട്ടടിച്ച് ജീവിച്ചോണ്ട് ഇതിനേക്കാൾ നല്ലതല്ലേ? ഇതിനേക്കാൾ നല്ല കള്ളനോട്ടടിച്ച് ജീവിക്കുന്ന. കാരണം മാധ്യമം എന്ന് പറഞ്ഞാൽ കേസരി ബാലകൃഷ്ണയുടെ നാടല്ലേ ഇത്? കേശവകുമാരന്റെ നാടല്ലേ ഇത്? പറ. KP കേശവന്റെ നാടല്ലേ? മാമൻ മാപ്പിളയുടെ നാടല്ലേ? P ഗോവിന്ദപ്പിള്ളയുടെ നാടല്ലേ? കാമ്പശ്ശേരി കരുണാകരന്റെ നാടല്ലേ? പത്രം നടത്തിയവരല്ലേ അവരൊക്കെ? അപ്പൊ ഇത് വെറും ഇതാണ്. അപ്പൊ എല്ലാം കാണിച്ചു. ഞാൻ പറയാത്തതെല്ലാം ടൈറ്റിൽ എഴുതാൻ ആകെ കുളവ്. അപ്പൊ അത് ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത്, പിണറായി വിജയനും സുധാകരനോട് പഴയ പോലുള്ള അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരാൾ ട്രിവാൻഡ്രത്ത് ഞാൻ ആ ഒരു അകൽച്ചയുണ്ട്. ഞാനിപ്പോൾ അവിടെ അല്ല, തൊട്ടടുത്താണ്. ഞാൻ മിനിസ്റ്ററായിട്ട് ക്ലിപ്പ് ഹൗസ് ഇവിടെ എൻ്റെ വീട് നെക്സ്റ്റ്. അത് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു പ്രശ്നമില്ല. എന്താ കൊടുത്തേ? പിണറായി വിജയനുമായി മാനസിക അടുപ്പമില്ല സുധാകരൻ. ഞാൻ നിയർനെസ് എന്നാണ് പറഞ്ഞത്, നിയർനെസ് ഇല്ല എന്ന് പറഞ്ഞു. അതിന് കൊടുത്ത ഇതാണ്. ലക്ഷക്കണക്കിന് ആൾ കണ്ടിട്ട് എന്താ കരുത്? ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അത് നിങ്ങൾ ആലോചിക്കും. അപ്പൊ കുളങ്ങാക്കുക എന്നുള്ളതാണ്. ഈ നാടിനെ ശുദ്ധീകരിക്കുകയല്ല. കൈക്കൂലി വാങ്ങിക്കാതെ വൃത്തികേട് കാണിച്ചാതെ കിട്ടുന്ന അവസരത്തിൽ രണ്ട് നല്ല കാര്യം പറയുന്ന ആളിനെ അങ്ങ് നശിപ്പിക്കുക. അഴിമതിക്കാര് മാത്രം മതി, ഇതല്ലേ ഇതിനർത്ഥം? ചെയ്യാൻ പാടില്ല. പറയാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഒന്നും പാർട്ടിയെ പറ്റി പറയാം. ഞാനെന്താ മണ്ടന എന്റെ പാർട്ടിയെ പറ്റി പറയാം? 62 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി, എന്റെ പാർട്ടിയെ പറ്റി ഞാൻ പറയും. പറഞ്ഞ ചരിത്രമില്ലല്ലോ, പിന്നെ ഞങ്ങൾ അതെല്ലാം ഒരു ആലോചനയാണ്. ആലോചന പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ലോക്കലായിട്ടുള്ള അവരുമായിട്ട് ആലോചിച്ചവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒറ്റ ടെലിവിഷനും കൊടുത്തില്ല. ജനങ്ങളെ അറിയിക്കുക എന്താണ് പറയുന്നതെന്ന്. സ്വന്തം പാർട്ടിയെ പറ്റി ഒരിക്കലും പറയില്ല. പറയുമ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ അബദ്ധാവുകയാണ്. ഒരിക്കലും പറയില്ല. പറഞ്ഞ ചരിത്രമില്ല. എന്നാ പിന്നെ വേറെ വല്ല പാർട്ടിയിലും ചോദിച്ചു ഞങ്ങൾ നല്ലതല്ലേ? അങ്ങനൊന്നും അല്ല. ഒരാളെന്റെ 10-22 വർഷം രാഷ്ട്രീയ ജീവിതത്തെ ചോദ്യം ചെയ്യരുത്. ഞാനിവരെ കണ്ടപ്പോൾ തന്നെ പ്രസംഗിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാൻ തമാശയായിട്ട് പറയല്ല. ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ? ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സെൻട്രൽ ജയിലിലും പോയി മർദ്ദനവും ഏറ്റ് വിദ്യാഭ്യാസവും കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തെ പറ്റി അനാവശ്യമായിട്ട് പറയുമോ? തന്തയില്ലാത്തവനല്ലേ ഇത് പറയത്തുള്ളൂ, അല്ലേ? തന്തയില്ലാത്തവൻ. ഞാൻ പാവപ്പെട്ട ദരിദ്ര കൃഷിക്കാരനായ എന്നെ P ഗോപാലക്കുറുപ്പിന്റെ മകനാ. കുട്ടനാടൻ കർഷക തൊഴിലാളിയെപ്പോലെ കറുത്ത ഒരു മനുഷ്യൻ. എന്റെ അമ്മ നല്ലപോലെ വെളുത്ത സുന്ദരിയായതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ വെളുപ്പ് നിറം കിട്ടി, ശരിക്കും കിട്ടിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മകനാ. അവിടെ ഉള്ളവർ കാണുന്നു. ഒന്നായിട്ട് ഒരു സഹോദരനെ ഞാൻ കണ്ടുകൂടാ. ഞങ്ങളൊന്നും ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ പിതാക്കന്മാരെയോ മറക്കത്തില്ല. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ അങ്ങനെ തെളിയിക്കപ്പെട്ട ആളുകളെ നേരെ മറിച്ച് വേറെ എന്തെല്ലാം ഉണ്ടാക്കുക അതൊന്നും കൊടുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇവരെ ഈ വന്നവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ വിഭാഗത്തെ പറ്റി ഇങ്ങനെ ആലപ്പുഴയാണ്, വേറെ എങ്ങും ചെയ്യുന്നില്ലത്. വേറൊരു ജില്ലയിലും ചെയ്യത്തില്ല, ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല.